ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ടെനി. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ എങ്ങനെയാണ് ഈ കമ്പനി ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് വർത്തിയാണോ എന്ന് നോക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഒരു കമ്പനിയുടെ മറ്റ് കാര്യങ്ങളെല്ലാം അത് ഇൻവെസ്റ്റ്മെൻറ്റ് വർത്തിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ തിരച്ചിലിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ആ കമ്പനിയെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണണം, ബാലൻസ് ഷീറ്റ് പഠിക്കണം. എന്നിരുന്നാലേ നമുക്കതിനെ പറ്റിയുള്ള പൂർണ്ണ ഒരു പിക്ചർ കിട്ടുകയുള്ളൂ. എന്നാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ റേഷ്യോസ് ഇൻ്റർനെറ്റിലും മറ്റും സുലഭമായി കിട്ടുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ റേഷ്യോസ് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു കമ്പനി എത്ര വളരെ നല്ലതാണോ അതോ ഒട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് യോഗ്യമില്ലാത്തതാണോ വളരെയധികം പ്രൈസ് കൂടിയിരിക്കുന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റും, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. ഒരു പ്രോപ്പർട്ടി ഒരാൾ വിൽക്കാൻ ശ്രമിക്കുന്നു, വാല്യുവേറ്റ് ചെയ്യുകയാണ്, ഈസ് ഇറ്റ് ഗുഡ് ഫോർ ബൈയിങ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു കമ്പനി ഷെയർ വാങ്ങുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ പ്രോപ്പർട്ടി, ഞാൻ എക്സാമ്പിളിൽ പറയുന്ന പ്രോപ്പർട്ടി ഏകദേശം 1 കോടി രൂപയുടേതാണ്. അതിനകത്ത് 50 ലക്ഷം രൂപയുടെ ഒരു വീടുണ്ട്. 10,000 രൂപയാണ് ആ വീടിന് മാസാമാസം കിട്ടുന്ന റെൻറ്റ്. ആ 1 ഏക്കർ പ്രോപ്പർട്ടിയിൽ കുറച്ച് കൾട്ടിവേഷനുണ്ട്, കുറച്ച് കൃഷി നടത്തുന്നുണ്ട്. ആ കൃഷിയിൽ നിന്നും ഇതിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥന് മാസാമാസം ഒരു 10,000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലി അയാളുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയിൽ നിന്നുള്ള 10,000 രൂപയും ഈ റെൻറ്റിൽ നിന്നുള്ള 10,000 രൂപ, 20,000 രൂപ. എന്നാൽ ആ മുഴുവൻ തുകയും അദ്ദേഹത്തിന് അത് എടുത്ത് ചിലവാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര പോകാനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ മുഴുവനായി ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? കുറച്ച് പണം തിരിച്ച് അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. വീടിൻ്റെ മെയിൻ്റനൻസ്, കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി, പിന്നെയും അടുത്ത വർഷത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ള മുന്നൊരുക്കങ്ങൾ, ഇതിനായി. അതായത് നമുക്കിതിൽ അസ്യൂം ചെയ്യാം ഏകദേശം 12,000 രൂപ, 12,000 റുപ്പീസ് അദ്ദേഹത്തിന് പുറത്തേക്ക് എടുക്കാം. 8,000 അദ്ദേഹം തിരിച്ച് ഇതിൽ തന്നെ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൊല്ലം ഇൻകം ആയിട്ട് മാസം 20,000 രൂപ വെച്ച് കിട്ടും. അതിൽ നിന്നും 12,000 രൂപ അദ്ദേഹത്തിന് പുറത്തേക്ക് വന്ന് സാധിക്കും. ഇതിന് കടമുണ്ടോ, ഈ വീടിന് അദ്ദേഹം ഒരു ലോൺ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കണക്കാക്കിയിട്ട്, ഇതെൻ്റെ എക്സാമ്പിൾ, ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കണക്കാക്കിയിട്ട് ഇത് ഒരു കമ്പനിയുടെ ഷെയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. കമ്പനി ഷെയർ എന്ന് പറയുമ്പോൾ ഈ വാല്യൂസിന് എന്താണ് ടെക്നിക്കൽ സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ് ഇതിന് ഒരു കമ്പനി ഷെയർ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്നിട്ട് ഇത് ഈ റേഷ്യോസ് വെച്ച് എങ്ങനെ ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആണോ ഇൻവെസ്റ്റ്മെൻറ്റ് വർത്തിയാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ് ആൻഡ് ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ കേസ് സ്റ്റഡി. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് അത് നല്ലതാണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നോക്കുന്നത്. അതിനെ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്തെല്ലാം നാം നോക്കേണ്ടത് എന്നതുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള കീ റേഷ്യോസ്, അതിൻ്റെ ടേംസ്, ഇതെല്ലാം നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സെല്ലറിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി നമ്മൾ നോക്കും, അല്ലേ? ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ എന്തെല്ലാം ഇവാലുവേഷൻ ക്രൈറ്റീരിയസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയുന്നതിന് നമ്മളൊരു ഭൂമി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് നോക്കുക, അത് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന അതേ ടേംസിന് തന്നെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മളൊരു ഭൂമി വാങ്ങിക്കാൻ, ഒരു ഹൗസിംഗ് പ്ലോട്ട് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അതിൽ ശ്രദ്ധിക്കും, അല്ലേ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? സാധാരണ അതിൻ്റെ സെല്ല് ചെയ്യുന്ന ആൾ ക്രെഡിബിൾ ആണോ, അയാളുടെ അടുത്ത് നമുക്ക് ഒരു കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കും, ഇല്ലേ? പിന്നീട് അത് എത്ര രൂപയ്ക്കാണ് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റി നമുക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇനിയൊരു കാര്യം, അതിൽ എന്തെല്ലാം അസറ്റ്സ് ആ പ്രോപ്പർട്ടിയിലുണ്ട്. ഇപ്പോൾ കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ടോ, അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, അതിൽ വല്ല വീടുണ്ടോ, ബിൽഡിംഗ് ഉണ്ടോ എന്നെല്ലാം നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? ഈ ഉദാഹരണത്തിന് നമ്മൾ ഇതിൽ ഒരു 1 കോടി രൂപയുടെ സെയിൽ പ്രൈസ് ഉണ്ടെന്ന് കരുതുക. സെയിൽ പ്രൈസ് ഇദ്ദേഹം പറയുന്നത് 1 കോടിയാണെന്ന് പറയുക. സെൽ പ്രൈസ് എത്രയാണ്? ആദ്യം തന്നെ നമ്മൾ ഈ ഭൂമി കൊടുക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കും, ഇല്ലേ? അദ്ദേഹവുമായി കച്ചവടം നടത്താൻ പറ്റുന്ന ഒരാളാണോ, നമ്മളുമായിട്ട് ഇടപെട്ട് പോകുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സെല്ല് ചെയ്യുന്ന വില എത്രയാണ്? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇത് 1 കോടി എന്നാണ്. എത്ര രൂപയ്ക്കാണ് അദ്ദേഹം സെല്ല് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഈ കൊടുക്കുന്ന പ്രോപ്പർട്ടിയിൽ വേറെ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടോ, എന്തെങ്കിലും മരങ്ങൾ നിൽക്കുന്നുണ്ടോ നമുക്ക് വെട്ടി വിൽക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്ങുകളുണ്ടോ, അതിന് നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റുമോ, അതിനെന്തെങ്കിലും അത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വേറെ അസറ്റ്സ് ഇതേ വസ്തുവിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും.
അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എന്തെങ്കിലും ഫാം നടത്താൻ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ചുറ്റും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, റെന്റൽ, ഫാം എല്ലാം നടത്തി കിട്ടുന്ന ഇൻകം തിരിച്ച് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണോ? കുറച്ചെങ്കിലും നമുക്ക് വീട്ടിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കും. അതുപോലെ എൻകംബറൻസ്, ഈ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കടമുണ്ടോ? ഇതിന്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി പേപ്പേഴ്സ് വെച്ച് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ സെയിൽ പ്രൈസ് ടു അസറ്റ്സ് മൾട്ടിപ്പിൾ, അതായത് സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില, അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്, അതും തമ്മിലൊരു പൊരുത്തമുണ്ടോ, അത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് അത് തമ്മിൽ, ഇരട്ടിയാണോ മൂന്നിരട്ടിയാണോ, അസറ്റ്സിന്റെ മൂന്നിരട്ടി വിലയ്ക്കാണോ അദ്ദേഹം കൊടുക്കുന്നത്, ഇരട്ടി വിലയ്ക്കാണോ, അതേ വിലയ്ക്കാണോ, അതിൽ താഴെയുള്ള വിലയ്ക്കാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ സെയിൽ പ്രൈസ് ടു ഇൻകം മൾട്ടിപ്പിൾ, എത്ര രൂപയ്ക്കാണ് ഇദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം സ്ഥലം അല്ലെങ്കിൽ ആ ഹൗസിംഗ് പ്ലോട്ട്, അതിൽ എന്തെങ്കിലും ഇൻകം തരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഒരു കമ്പാരിഷൻ, അതിന് എത്ര രൂപ, ഈ 1 കോടി രൂപയ്ക്കുള്ളതിന് എത്ര രൂപ, അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് 10 ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നു എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി പെർസെൻറ്റേജ് ഓഫ് ടേക്ക് ഹോം ഇൻകം ടു സെയിൽ പ്രൈസ്, ഇപ്പോൾ 1 കോടി നമ്മൾ ഇതിൽ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് 1 കൊല്ലം എത്ര രൂപ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ സാധിക്കും. കാരണം ഇതിൽ കുറച്ച് ഫാമും റെന്റലെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും അത് മുഴുവൻ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. തിരിച്ച് കുറച്ച് അവിടേക്ക് തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. വീടിന്റെ മെയിൻ്റനൻസിനും മറ്റു ഫാമിന്റെ നടത്തുന്നതിനും എല്ലാം തിരിച്ചങ്ങോട്ട് തന്നെ കാശ് കൊടുത്ത് കൊടുക്കേണ്ടി വരും. അത് കൂടാതെ എത്ര നമുക്ക് പുറത്തേക്ക് എടുക്കാം, അതിന്റെ പെർസെൻറ്റേജ് എത്ര, കാരണം അത് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എത്ര റിട്ടേൺ കിട്ടുന്നു, ഇൻകം ആയിട്ട് എത്ര റിട്ടേൺ കിട്ടുന്നു എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. 1 കോടി മുടക്കുന്ന ആൾക്ക് 10 ലക്ഷം രൂപ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ 10% അതിന്റെ ഈൽഡ്. ഇനി ഇതൊരു കമ്പനി ഷെയറുമായിട്ടുള്ള നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അതിന്റെ ടേംസ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ക്രെഡിബിലിറ്റി ഓഫ് സെല്ലർ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഗുഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ ആ കമ്പനി വാങ്ങിക്കാൻ യോഗ്യമാണ്. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. ഗുഡ് മാനേജ്മെന്റ് അല്ല, ക്രെഡിബിൾ മാനേജ്മെന്റ് അല്ല, അവർ കുറച്ച് ഫ്രോഡ് എല്ലാം ചെയ്യുന്നതാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു കവറപ്പ് ചെയ്യണ മാനേജ്മെന്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഷെയർ വാങ്ങിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. രണ്ടാമത്തെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടി, അതാണ് മാർക്കറ്റ് ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ സെല്ലിംഗ് പ്രൈസ് പോലെയാണ് വിപണി മൂല്യം. അതുപോലെ ഇതിൽ എത്ര അസറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എന്നാണ് നമ്മളൊരു കമ്പനി ടൈമിൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻകം ജനറേറ്റഡ് ബൈ പ്രോപ്പർട്ടിനെയാണ് പ്രോഫിറ്റ്സ്. അത് എത്ര പ്രോഫിറ്റ് ആണ്, ഏണിങ്സ് ആണ് ഒരു വർഷം ആ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ആയി ഉണ്ടാക്കുന്നത്. ഇൻകം ഓണർ ക്യാൻ ടേക്ക് ഹോം എന്ന് പറഞ്ഞ ഡിവിഡൻഡ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗം പ്രോഫിറ്റ് പ്രൊമോട്ടേഴ്സ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും വേണ്ടി വീതിച്ചു കൊടുക്കുന്നു, അതാണ് ഡിവിഡൻഡ്. എൻകംബറൻസ് ഓഫ് ദ പ്രോപ്പർട്ടി, അതാണ് ഡെറ്റ്. കമ്പനി എന്തെങ്കിലും ഡെറ്റ് എടുത്തിട്ടാണോ കടം എടുത്തിട്ടാണോ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. സെയിൽസ് ടു അസറ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ പ്രൈസ് ടു ബുക്ക്. പ്രൈസ് ടു ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷെയറിന്റെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയറിന് പ്രൈസ് എത്ര, ആ ഒരു ഷെയറിലുള്ള അസറ്റ്സ് എത്ര. ഇപ്പൊ പ്രൈസ് ടു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് 1ലും കൂടുതലാണെങ്കിൽ ആ കമ്പനി കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് അർത്ഥം. 1ലും കുറവാണ് പ്രൈസ് ടു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് എത്രയുണ്ടോ അതിനേക്കാളും കുറവ് വിലയ്ക്കാണ് നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് വാങ്ങിക്കാൻ കിട്ടുന്നത് എന്നർത്ഥം. അതുപോലെ സെയിൽ പ്രൈസ് ടു ഇൻകം മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ പ്രൈസ് ടു ഏണിംഗ്. ഒരു ഷെയറിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിന്റെ വില, അതിനെ ആ ഒരു ഷെയർ ഒരു കൊല്ലം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു മൾട്ടിപ്പിൾ. അത് കാരണം ഈ പ്രൈസ് ടു ഏണിംഗ് വളരെ കുറഞ്ഞിരുന്നാൽ നമുക്ക് നല്ലതാണ്, അത് കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിൽക്കാം. ഇത് വളരെ വലിയ ഒരു ഡിജിറ്റാണ്, വലിയൊരു ഫിഗർ ആണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അതായത് കൂടുതൽ നാളെടുത്തത് കൊണ്ട് മാത്രമേ നമുക്ക് ആ ഏണിങ്സ് കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഇനി വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രൈസ് ഏണിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ഏണിംഗ് ഫിഗർ ഒരു 15 ആണെന്നിരിക്കട്ടെ. അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയിൽ മുഴുവൻ തുകയും നമ്മൾ മുക്കിയാൽ ആ മുഴുവൻ തുകയും നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് വഴി തിരിച്ചു കിട്ടണമെങ്കിൽ 15 വർഷമാകും എന്നാണ് അർത്ഥം. അത് കാരണം കൊണ്ട് പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ വളരെ താഴെയായിരുന്നാൽ 2 or 3 അങ്ങനെ ഇരുന്നാൽ 3 വർഷം കൊണ്ട് തന്നെ കമ്പനിയുടെ മൊത്തം
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന തുകയെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നർത്ഥം. അതിനാൽ ഇത് താഴെ ഇരിക്കുന്നതാണ് നല്ലത്. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ടേക്ക് ഹോം ഇൻകം ടു സെയിൽ പ്രൈസ് എന്ന് പറയുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ്. നമ്മൾ ഒരു 1000 രൂപ മുടക്കിയാൽ നമുക്ക് 100 രൂപ ഒരു വർഷം തിരിച്ചു കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡ് 10%. ഇനി നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു കമ്പനിയുടെ ഈ പാരാമീറ്റേഴ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കോമൺലി യൂസ്ഡ് ടേംസ് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ റേഷ്യോസ് എല്ലാം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 10 കോടി ഷെയർ ഉണ്ട്, അതിന് 80 രൂപയാണ് വില, അതിനാൽ 800 കോടിയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. ഇക്വിറ്റി ക്യാപിറ്റൽ 10 രൂപയുടെ ഷെയർ 10 കോടി, ഫേസ് വാല്യൂ 10 രൂപയാണ്, 10 കോടി ഷെയറിൻ്റെ, അതിനാൽ 100 കോടിയാണ് ഇതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ. ഏണിംഗ് പെർ ഷെയർ, കമ്പനി ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ എത്ര ഏൺ ചെയ്യുന്നു ആ വർഷം, ഒരു ഷെയർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്ര. 50 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിനെ 10 കോടി ഷെയറുമായി ഡിവൈഡ് ചെയ്തപ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ 5 രൂപയാണ് ഇതിന്റെ ഏണിംഗ് പെർ ഷെയർ. പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ നമ്മളിപ്പോൾ കണ്ടു. ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ, അതാണ് 16. അതിനാൽ 16 വർഷമെടുക്കും ഈ കമ്പനിയുടെ മുഴുവൻ തുകയും കൊടുത്ത് മാർക്കറ്റ് ക്യാപ്പ് കൊടുത്ത് നമ്മൾ ഈ കമ്പനി സ്വന്തമാക്കുകയാണെങ്കിൽ 16 വർഷം കൊണ്ടാണ് ഈ കമ്പനിയിൽ നമ്മൾ മുടക്കിയ തുക മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടുക, കമ്പനിയുടെ പ്രോഫിറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ഡിവിഡൻഡ് പെർ ഷെയർ, കമ്പനി ഒരു 42% ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ 42 രൂപ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിന്റെ 42%, അതായത് 10 രൂപയുടെ 42%, ദാറ്റ് ഈസ് 4.42%. ഡിവിഡൻഡ് ഈൽഡ്, നമ്മൾ ഈ കമ്പനിയിൽ ഒരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും? റിട്ടേൺ കിട്ടുന്നത് ഡിവിഡൻഡ് എത്ര നമുക്ക് കിട്ടുന്നത് അനുസരിച്ചിരിക്കും, അതായത് 5.25% നമുക്ക് റിട്ടേൺ കിട്ടും. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.6 ആണ്. അപ്പോൾ ഇത് അത്ര കുഴപ്പമില്ലാത്ത ഒരു സംഖ്യയാണ്. ബുക്ക് വാല്യൂ, ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ എത്രയാണ്? 60. പ്രൈസ് ടു ബുക്ക് എത്രയാണ്? 1.33. ഈ കമ്പനിയിൽ എത്ര അസറ്റ്സ് ഉണ്ടോ അതിനേക്കാളും ഒരു ഇത്തിരി കൂടുതൽ എമൗണ്ട് ആണ് കൊടുത്താൽ മാത്രമേ ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ പറ്റുകയുള്ളൂ. ഇനി കമ്പനി 50 കോടി പ്രോഫിറ്റ് നേടിയിരിക്കുന്നു, 42 കോടി ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുത്ത് ബാക്കിയുള്ള 8 കോടി രൂപ അവരുടെ റിസർവ്സിലേക്ക് മാറ്റി പിന്നീടുള്ള വർഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇനി നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം കണ്ടുപിടിച്ചു. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പനി നല്ലതാണോ എന്ന് പറയാൻ സാധിക്കുക എന്ന് നോക്കാം. ഗുഡ് മാനേജ്മെന്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി വാങ്ങിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടേ ആവശ്യമുള്ളൂ. അതുപോലെ ലോ PE റേഷ്യോ വളരെ കുറഞ്ഞിരിക്കണം, പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ വളരെ കുറഞ്ഞിരിക്കണം. അതിന്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് ആ കമ്പനിയിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിനനുസരിച്ച് നമ്മുടെ റിട്ടേൺ മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കും എന്നാണ് ചെറിയ PE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ PB, പ്രൈസ് ടു ബുക്ക്, ഒരു കമ്പനിക്ക് 100 കോടി ആസ്തി ഉണ്ട്, പക്ഷെ നമുക്ക് 20 കോടി രൂപയ്ക്ക് അത് വാങ്ങിക്കാൻ കിട്ടും എന്ന് പറയുന്ന പോലെയാണ് ലോ PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തന്നെ 200 കോടി കൊടുത്താലേ ആ കമ്പനി വാങ്ങിക്കാൻ പറ്റുള്ളൂ, 100 കോടി മാത്രമേ അതിന് ആസ്തി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല ഒരു വ്യാപാരമായിരിക്കില്ല. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് വളരെ കൂടുതലായിരിക്കും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായി കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരുന്ന എമൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ കൂടുതൽ നല്ലത്. അതുപോലെ ഡെറ്റ് വളരെ കുറവായിരിക്കണം. ഡെറ്റ് അത്ര മോശം കാര്യമല്ല, എന്നാലും വളരെയധികം ഡെറ്റ് ഉണ്ടെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വെച്ച് അതിനെ സർവീസ് ചെയ്യാൻ നമുക്ക് പാടായി വളരെ പ്രയാസകരമായി വന്നേക്കാം. അതുപോലെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു 1 എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ താഴെയുള്ളതാണ് ഐഡിയൽ. ഡെറ്റ് എടുക്കാത്ത ഒരു കമ്പനിക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് 1 വരെ പോകാം. 1-ലും കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ ഡെറ്റ് വളരെ കൂടുതലും അതിന്റെ സർവീസ് ചെയ്യാൻ പാടുള്ളതുമായിട്ട് വരും. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.